പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവരെ ശ്രദ്ധിക്കുക. കർത്താവ് തരുന്ന സന്ദേശം അനുസരിച്ചാണ് പ്രാർത്ഥന മുന്നോട്ട് പരിശുദ്ധാത്മ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനും നടക്കണ കാര്യങ്ങളാണ്, നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളല്ല, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷയമുള്ളത്, ഒരു പെൺകുഞ്ഞ്, പക്ഷേ അവൾ കൊച്ചാണ്, വളരെ കൊച്ച്, ഒരു 4 വയസ്സെങ്കിലേക്ക് കാണത്തുള്ളായിരിക്കും. ഈ കുഞ്ഞിന് ബ്ലീഡിംഗ് ഉണ്ട്. ആ കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ, ബ്ലീഡിങ്ങുള്ള സ്പർശിക്കണേ കർത്താവ്. കർത്താവ്, ബ്ലീഡിങ്ങുള്ള എല്ലാവരും സ്പർശിക്കണേ കർത്താവ്. യേശുക്രിസ്തുവിന്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. യേശുക്രിസ്തു ശക്തി ബ്ലീഡിങ്ങിനെ കൊടുക്കട്ടെ. യേശുക്രിസ്തുവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ബ്ലീഡിങ് സൗഖ്യമാകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് ഇങ്ങനൊരു സന്ദേശം തന്നതുകൊണ്ട് നമുക്ക് രക്തസ്രാവത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാം. രക്തസ്രാവത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ചിലപ്പോൾ മാസപ്പതിവ് ഇല്ലാത്തവരുണ്ടാകാം. അത് വല്ലാത്ത മാനസിക രോഗം പോലും ഉണ്ടാക്കി കളയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ. ചില ആൾക്കാർക്ക് മാസപ്പതിവ് ഒത്തിരി കാലം കഴിഞ്ഞ് ഒത്തിരി ഇൻബിറ്റ്വീൻ കുറേ സമയങ്ങൾ വരും, 6 മാസം കൂടുമ്പോഴൊക്കെ ആയിപ്പോവും. ചില ആൾക്കാർക്ക് ഈ വിഷയത്തിൽ കടുത്ത വേദനയും ഛർദിയും അത് കേൾക്കുമ്പോൾ ആ ദിവസം വരുമ്പോൾ തന്നെ ബോധക്കേട് തോന്നുന്ന രീതിയിലുണ്ടാകും. ചിലക്ക് മക്കളില്ലാത്തതിൻ്റെ കാരണം മാസപ്പതിവ് തന്നെ ക്രമം തെറ്റിയിട്ട് ഉണ്ടാകുന്ന ഡിസോർഡർ ആകാം. അതുകൊണ്ട് ഇപ്പോൾ ഈശോ ഈ മെസ്സേജ് വെളിപ്പെടുത്തിയ കാരണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ മേഖലയിലെ ഓരോ തരത്തിലെ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളും ലൂക്കായുടെ സുവിശേഷം 8:46 അനുസരിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവങ്ങള് സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കിഡ്നി രോഗികളുടെ ഒരു പ്രശ്നം, ഈ രോഗം ഇപ്പോൾ ശിശ സുഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്നറിയാവോ? കിഡ്നി വെളുത്തവരാണ്. കശുവണ്ടി പോലെ കിഡ്നി വെളുത്തുപോയി. ഒരു കിഡ്നി, അതായത് റൈറ്റ് സൈഡിലുള്ള കിഡ്നി കശുവണ്ടിയുടെ കളറായിപ്പോയി, വെളുത്തുപോയി. അവിടെ ഒന്നും ഫിൽട്രേഷൻ ഒന്നും നടക്കണില്ല. ആ രീതിയിലുള്ളൊരു കിഡ്നി രോഗിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖത്തിലേക്ക് നടത്തുന്ന. ഹല്ലേലൂയ. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പ്രിയമക്കളെ, നിങ്ങൾക്ക് ഇവിടെ കിഡ്നി രോഗമായിട്ട് വന്നിട്ടുള്ള സഹോദരങ്ങൾ ഈ സമയത്ത് നമ്മുടെ മുതുകിന് താഴേന്ന് ഒരു ചാൺ മുകളിൽ കൈവച്ച് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാര്യം നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയും ഈ സഭാസമൂഹം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കിഡ്നി രോഗികൾക്ക് വേണ്ടി. കർത്താവ് സന്ദേശപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ സാക്ഷ്യം പറയാൻ കഴിയും. അതുകൊണ്ട് കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ,
എല്ലാ കിഡ്നി രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. ക്രിയാറ്റിൻ കൂടുതലുള്ളവരെ അങ്ങ് സ്പർശിക്കണമേ. അരിപ്പ നടക്കാത്തവരെ അങ്ങ് സ്പർശിക്കണമേ. കിഡ്നി വീക്കക്കാരെ, കിഡ്നി വെള്ളം കിട്ടുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കിഡ്നി ബൾജ് ചെയ്യുന്നവരെ, കിഡ്നി വലുതാകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ കിഡ്നി രോഗങ്ങള് ഡയാലിസിസ് ചെയ്യുന്നവരുൾപ്പെടെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് ആരാധന സ്തുതി ഇപ്പോൾ ഷോട്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ രോഗമില്ലെന്ന് വിചാരിച്ചോ, അതിന് ദൈവത്തോട് ആദ്യം നന്ദി പറയണം. ഇതെൻ്റെ രോഗമല്ലെന്നല്ല പറയേണ്ടത്. കർത്താവേ, ഇതിൽ നിന്ന് എന്നെ സംരക്ഷിച്ചതിന് നന്ദി എന്ന് പറയണം. രണ്ടാമത്, നിങ്ങളുടെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഇതൊന്നും വരാൻ പാടില്ല. അവരറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, കർത്താവേ, ഇന്ന വ്യക്തിയുമായിട്ട് എനിക്ക് പരിഭവങ്ങളുണ്ട്, എനിക്ക് വൈരാഗ്യം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോടുണ്ട്, എങ്കിലും അങ്ങനെയുള്ള വ്യക്തിക്ക് ഇന്ന രോഗമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ആ വ്യക്തിയെ നീ സുഖപ്പെടുത്തണം. നിൻ്റെ ശത്രുക്കൾ എന്ത് രോഗമായാലും സൗഖ്യപ്പെടാൻ വേണ്ടി നീ ഇപ്പോൾ ഓർക്കണം മനസ്സിലെ. നിൻ്റെ ശത്രുക്കൾ, അതായത് നിൻ്റെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിൻ്റെ സ്വന്തപ്പെട്ട ആര് തന്നെയായാലും, പ്രത്യേകിച്ച് ശത്രുക്കൾ, അതായത് ഒരു രോഗവും ആർക്കും വരാൻ പാടില്ല മക്കളെ. ഒരു രോഗം ഒരു മൃഗങ്ങൾക്ക് പോലും വരാൻ പാടില്ല. അതായത് മനുഷ്യൻ വേദനിക്കരുതെന്ന്, ഒരു മനുഷ്യനും ജീവജാലങ്ങളും വേദനിക്കരുതെന്ന് നിൻ്റെ മനസ്സിൽ എന്നാണ് തോന്നുന്നത്, അന്ന് നീ ദൈവ പൈതലായി മാറും. അതുകൊണ്ട് ദൈവ പൈതലിന് അടുത്ത അവകാശം നേടാൻ വേണ്ടി, യോഗ്യത പ്രാപിക്കാൻ വേണ്ടി, നിന്റെ ശത്രുക്കൾ സൗഖ്യമാകാൻ വേണ്ടി നീ കർത്താവിനോട് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, എൻ്റെ ശത്രുക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന, എൻ്റെ പരിചയക്കാരെ സമർപ്പിക്കുന്ന മാരക രോഗങ്ങളെ, തീരാവേദികളെ ഈ നിമിഷം അവരെ ബാധിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആദ്യമായി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഇടവരുത്തിയ എൻ്റെ കൃപാസനമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി ലിക്സൺ. ഞാൻ മുണ്ടവിൽ നിന്നാണ് വരുന്നത്. 2022 ജൂൺ 12-ാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത മകൻ റയാൻ, ഇളയ കുട്ടി നദാൻ. റയാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. റയാന് വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത്. ചെറുപ്പകാലം മുതലേ ഞാൻ പരിശുദ്ധമ്മയെ ഏറെ സ്നേഹിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. അമ്മേനോട് ഞാൻ റയാനെ സമ്മാനമായി ചോദിച്ച് വാങ്ങിച്ച ഒരു കുട്ടിയായിരുന്നു റയാൻ. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീഷിനെ പോലത്തെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ച് എനിക്ക് അമ്മ നൽകിയ കുഞ്ഞായിരുന്നു റയാൻ. അങ്ങനെ ഞാൻ അവനെ ഒക്ടോബറിലായിരുന്നു റയാൻ്റെ ജനനം. അപ്പോൾ അമ്മയുടെ മാസമായതുകൊണ്ട് തന്നെ അമ്മ നൽകിയ കുഞ്ഞാണെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു നടന്നിരുന്നു. അങ്ങനെ റയാൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആദ്യമൊന്നും റയാനൊരു മാറ്റം എനിക്ക് തോന്നിയില്ല. സാധാരണ കുട്ടികളെ പോലെ തന്നെയൊന്നും റയാൻ. ഒരു 3 വയസ്സായിരുന്നപ്പോൾ അവൻ്റെ സംഭാഷണത്തിൽ ക്ലാരിറ്റി കുറവ് അനുഭവപ്പെട്ടു. പക്ഷേ റയാൻ നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു. അവൻ LKG UKG സമയത്ത് റയാനായിരുന്നു ക്ലാസ്സിലെ ഹയസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. കൊച്ചിൻ്റെ പുറത്ത് പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, കുഞ്ഞ് സംസാരിക്കുന്നതിൽ സ്പീഡുണ്ട്, ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചു. അദ്ദേഹം പരിശോധിച്ച ശേഷം പറഞ്ഞു, കൊച്ചിന് നാവിൽ കെട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു.
അതിനുശേഷം കോവിഡ് കാലഘട്ടമായിരുന്നു, എല്ലാവരും വീട്ടിലായിരുന്ന പോലെ റയൻ കൂടുതലും വീട്ടിൽ തന്നെ ഇരുന്ന അവൻ സയൻസ് എന്ന വിഷയത്തോട് റയൻ കൂടുതൽ താല്പര്യം കാണിച്ചു. അപ്പോൾ അതിൽ അവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ആസ്ട്രോണമി ആ സബ്ജക്റ്റുണ്ടൊക്കെ അതിന് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ അതുകൊണ്ട് എനിക്ക് ഇവന് പല കുറവുകളുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞില്ല. അവൻ മറ്റുള്ളവരുടെ പുറത്തിറങ്ങി അവൻ കളിക്കാൻ, അവൻ്റെ പ്രായത്തിലെ കുട്ടികൾ കൂടി കളിക്കാൻ അവൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്പീച്ചിലുള്ളത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ ക്ലാസ് ടീച്ചർ സിംപ്ലി സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത്, മോനെ നമുക്കൊന്ന് IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി DIC സെൻറ്ററിൽ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ആ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഇവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു മകനൊരു ജീനിയസ് ആകും, അവൻ നല്ല ബ്രില്യൻ്റ് ആണ് കുട്ടി എന്നൊക്കെ പറഞ്ഞു വിട്ടു. 2ാമത്തെ ദിവസം ഞാൻ ചെന്നു, ഒരു സീനിയർ പീഡിയാട്രിഷ്യനാണ് കാണിച്ചത്. അദ്ദേഹം എന്നോട് 1 മണിക്കൂർ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് റയാൻ്റെ ചോദിച്ചു. അങ്ങനെ അവസാനം റയാനെ പുറത്ത് നിർത്തിയിട്ടാണ് എന്നോട് പറഞ്ഞത് അവനൊരു ഒട്ടിസ്റ്റിക് കുട്ടിയാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓട്ടിസം എന്നൊരു പേര് തന്നെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ അന്നേ വരെയുള്ള എൻ്റെ വിചാരണ ഓട്ടിസമുള്ള കുട്ടികൾക്ക് പഠനപരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി 10 വയസ്സായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു, ഞാൻ ഒത്തിരി കരഞ്ഞു. അവിടെ ഞാനൊരു വിഷാദ രോഗിനെ പോലെയാണ് വീട്ടിലേക്ക് പോയത്. പക്ഷേ ഹസ്ബൻഡ് ഖത്തറിലായതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കണം. പക്ഷേ എനിക്ക് വീട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പരിശുദ്ധമ്മയെ നമ്മെ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ അനു എന്നൊരു കുട്ടിയുടെ ഉടമ്പടി സാക്ഷ്യം ഞാൻ കേൾക്കാൻ ഇടവന്നു. അത് കണ്ടപ്പോൾ തന്നെ അമ്മ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തോ എന്നെ അമ്മ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അന്നോട് സംസാരിച്ചു, അവനെ ഇവിടെ കൊണ്ടുവന്നു. ഞാനിവിടെ വന്നു, ഈ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അമ്മയോട് ഒത്തിരി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ സമ്മാനമായി ഒരു കുഞ്ഞിനെ ചോദിച്ചതല്ലേ, അമ്മയോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ കുട്ടിയല്ലേ, എന്തുകൊണ്ട് ഞാനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത്ര വയസ്സായിട്ടും ഇവൻ ഇങ്ങനൊരു എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഈ കാറ്റഗറിലാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി കരഞ്ഞു. പിറ്റേ മാസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. റയാന് അനുഗ്രഹിച്ചു. അച്ഛൻ കുറേ പ്രാർത്ഥിച്ചു, എന്നോട് സാക്ഷ്യം പറയാൻ വന്നു എന്ന് പറഞ്ഞു. ഞാൻ റയാൻ്റെ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എഴുതിയിരുന്നത് അവൻ്റെ കുറവുകൾ അനുഗ്രഹമാക്കി തീർക്കണമെന്നാണ് എഴുതിയിരുന്നത്. ഇവിടെ നിന്ന് പോയി ഞാൻ റയാനോട് അവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. റയാൻ എന്നെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റയാൻ ഒരു 2ാം ക്ലാസ് മുതൽ തന്നെ റയാനാണ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നത്. ശിവന് രഹസ്യങ്ങളെല്ലാം ബൈ ഹാർട്ടായിട്ട് അറിയാം. ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിൽ ബുക്ക് വേണ്ട, റയാനാണ് ചൊല്ലുന്നത്. അപ്പോൾ റയാനും ബൈബിളൊക്കെ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഇവന് സ്പീച്ചിൻ്റെ മേഖലയാണ് ഏറ്റവും കൂടുതൽ കുറവുകളുണ്ടായിരുന്നത്. ആ മേഖലയിൽ തന്നെ പരിശുദ്ധ അമ്മ അവന് കുറേ അവസരങ്ങൾ ഒരുക്കി. സ്കൂളുകളിൽ കലോത്സവങ്ങളിൽ റയാൻ പങ്കെടുക്കാൻ തുടങ്ങി. പ്രസംഗ മത്സരത്തിൽ അവൻ സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് വാങ്ങി. ജില്ലാ മത്സരത്തിൽ പോയി അവിടെ നിന്ന് അവന് പുരസ്കാരങ്ങൾ കിട്ടു. സാധാരണ കുട്ടികളെ കൂടിയാണ് റയാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് ജഡ്ജസ് ഇവനെ കുറേ അഭിനന്ദിച്ചു. റയാന് കുറേ അവാർഡുകളും പുരസ്കാരങ്ങളും കിട്ടി. ഇതിൻ്റെ കൂടെ അവൻ കേരളത്തിൻ്റെ വനവകുപ്പിൻ്റെ മേഖലയിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു. അവിടെ നിന്ന് റയാന് 2nd കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മേഖല, അതായത് മലയാള മനോരമയുടെ സ്പീച്ച് കോമ്പറ്റീഷൻ, മാതൃഭൂമിയുടെ, അങ്ങനെ വലിയ സ്ഥലത്തെല്ലാം റയാൻ പോകുന്നിടത്തെല്ലാം ഞാൻ അവന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വിടുന്നത്. ഉടമ്പടി കാശ് രൂപം റയാൻ്റെ അടുത്ത് കൊടുത്തു വിടും. ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ പെരട്ടിയും ഉടമ്പടി ഉപ്പും കൊടുത്താണ് ഞാൻ വിടുന്നത്. അങ്ങനെ അവിടെ എന്തിൻ്റെ മേഖലയാണ് അവന് കുറവുണ്ടായത് ആ മേഖല തന്നെ അത് അമ്മ അനുഗ്രഹമാക്കി തീർക്കുകയായിരുന്നു. പിന്നെ റയാൻ അതുപോലെ ചെസ്സ് അവൻ്റെ ഹോളി കമ്മ്യൂണിന് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ അവനെ തനിയെ അതിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ചെസ്സിൽ അവൻ തനിയെ പഠിച്ചെടുത്തിട്ട് സാധാരണ കുട്ടികൾ കൂടി മത്സരിച്ച് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ലെവൽ വരെ അവൻ പോയി. അവനെ എല്ലാ ജഡ്ജസും അവിടെ അഭിനന്ദിച്ചു. അവൻ്റെ കഴിവുകൾ കണ്ട് ജഡ്ജസ് എല്ലാം അവനെ അഭിനന്ദിക്കാനും അവന് കുറേ പുരസ്കാരങ്ങളും കിട്ടാനും തുടങ്ങി. അതിനുശേഷം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അവനൊരു ഗിഫ്റ്റഡ് ആണെന്ന് എനിക്കറിയാം. അവന് ഗിഫ്റ്റഡായിട്ട് അമ്മ എനിക്ക് നൽകിയതുപോലെ മറ്റുള്ളവരും പറയണം എൻ്റെ മോനൊരു ഗിഫ്റ്റഡ് ബോയ് ആണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അമ്മ അവൻ ഒരുക്കിയത്, അവൻ 7ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ USS എക്സാമിൻ്റെ ഒരു സ്കോളർഷിപ്പ് വന്നു. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. അവൻ്റെ സ്കൂളിൽ നിന്ന് എഴുതിയതിൽ 5 കുട്ടികളാണ് അതിൽ പാസ്സായത്. അതിൽ നല്ല മാർക്കോടെ റയാന് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്, നിങ്ങളുടെ മകനാണ് USS എക്സാം എഴുതിയതിൽ
ഗിഫ്റ്റഡ് ചിൽഡ്രനായിട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ളത്. അത് അവന് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ഹയസ്റ്റ് മാർക്കിൽ ഒരാളായി റയാൻ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ അമ്മനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ ഒരു ഗിഫ്റ്റഡ് ആക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എനിക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് മോൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇവൻ്റെ സ്കൂളിൽ നിന്ന് ആയിരിക്കും ഇങ്ങനെ ഒരു ഈ കാറ്റഗറിയിലേക്ക് റയാൻ മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ. അങ്ങനെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ അവൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന കാറ്റഗറിയിലേക്ക് പരിശുദ്ധമ്മ അവൻ ഉയർത്തി. ഈ സ്കോളർഷിപ്പ് എല്ലാം എഴുതാൻ പോകുമ്പോൾ എല്ലാം ഇവന് ഞാൻ പരിശുദ്ധമ്മയുടെ കാശ് രൂപം കൊടുത്താണ് വിടുന്നത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം ഒരു മൊബൈൽ കാണാനിട വന്നു, സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല പുരസ്കാരത്തിനുള്ള അവാർഡ്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ ആ മേഖലയിൽ അവർക്ക് സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ്. അപ്പോൾ റയാൻ അത് നവംബർ 5-ാം തീയതി ആയിരുന്നു ഇതായിരുന്നു ആ പുരസ്കാരത്തിൻ്റെ ഇത്. അപ്പോൾ അത് റയാന് ആസ്ട്രോണമിയിലും ചെസ്സിലും എനിക്കറിയാമായിരുന്നു അവന് നല്ല കഴിവുകളുണ്ടെന്ന്. അവന് കുറേ സർട്ടിഫിക്കറ്റുകൾ ആസ്ട്രോണമിയിലും ചെസ്സിലും അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമ്മ ഈ പരസ്യം കണ്ടപ്പോൾ തന്നെ എന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം അവനെ കാക്കനാട് ശിശു സംരക്ഷണ സമിതിയിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു റയാൻ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അവൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് അവരറിയുന്നത്. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ചെയ്യുന്നത്, കേരള സർക്കാരിൻ്റെ ആണല്ലോ, തിരുവനന്തപുരത്തു നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ആകെ 3 കുട്ടികളെ സെലക്ട് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നവംബർ 5-ാം തീയതി എനിക്ക് എൻ്റെ അമ്മ ഒരു കൃപാസന പത്രം തന്നു. അപ്പോൾ ഈ മാസത്തെ കൃപാസന പത്രമായിരുന്നു. ഞാനപ്പോൾ അത് കൈ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് റയാൻ്റെ ബാഗിലേക്ക് വെക്കാൻ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിലായിരുന്നു കൃപാസന പത്രം. ആ സമയത്താണ് മലയാള മനോരമയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, റയാൻ ജോസഫിൻ്റെ വീടല്ലേ, നിങ്ങളുടെ മകനാണ് ഈ വർഷത്തെ സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല പുരസ്കാരത്തിന് അവാർഡ് നേടിയിരിക്കണമെന്ന് പറഞ്ഞു. ഇത് പറയുന്ന സമയത്ത് പരിശുദ്ധമ്മ എന്നോട് പറയുകയാണ്, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മോൻ്റെ കഴിവുകൾ മറ്റുള്ളവർ അറിയണ ഒരു ദിവസം വരണമെന്ന്, അതെനിക്ക് അമ്മ നൽകിയെന്ന് പറഞ്ഞ് അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഇതിലേക്ക് ഈ പുരസ്കാരത്തിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാക്കുന്ന സമയത്ത് ഞാനതിൽ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലും ആ പെൻ ഡ്രൈവിലും ആക്കിയാണ് റയാൻ്റെ വീഡിയോസ് എല്ലാം അതിലേക്ക് അയച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ അത്രത്തോളം എൻ്റെ മകനെ ദൈവം ഉയർത്തി. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥലാണ് ഇതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഇളയ കുട്ടിക്ക് വയറ്റിൽ കടലയുണ്ടായിരുന്നു. 7 കടലയാണ് അവനുണ്ടായിരുന്നത്. ആ കടൽ മൂലം അവന് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അവന് വൊമിറ്റിങ്ങും ഛർദിലും എല്ലാം അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് 7 കടലുള്ളതുകൊണ്ട് അവരിത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധമ്മയുടെ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം അവന് ഉപയോഗിച്ചു. കുഞ്ഞ് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കുഞ്ഞും കഴിക്കുമായിരുന്നു. അങ്ങനെ അവനത് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ 1 കൊല്ലത്തോളമായി അവന് ഈ വോമിറ്റിംഗ് ഛർദിലൊന്നുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എല്ലാം മാറി, അവന് ഒരു കടല പോലും ഇല്ലെന്ന് പറഞ്ഞു. ഇത്രയുമാണ് എനിക്ക് പരിശുദ്ധമ്മോടി തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ ക്യാൻസർ രോഗികളെയും കിഡ്നി പേഷ്യൻറ്റിനെ എല്ലാം പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് ഞാനൊരു വചനം എന്നൊരു ഗ്രൂപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് ഞാൻ തയ്യാറാക്കി. അതിൽ 22 പേരുണ്ട്. ഞങ്ങൾ എല്ലാ മാസവും എല്ലാവരും കഴിയുന്ന പൈസകൾ കളക്ട് ചെയ്തിട്ട് ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി അസുഖമുള്ളവർ, അങ്ങനെ എല്ലാ രോഗികളെ പോയി കാണുകയും അവർക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ പഠിക്കാൻ പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ പൊതിച്ചോറ് വിതരണം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ കാശ് രൂപവും അവർക്ക് ഉടമ്പടി ഉപ്പും കൊടുത്ത് എൻ്റെ സാക്ഷ്യം ഞാൻ അവർക്ക് വിവരിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ പരിശുദ്ധ അമ്മയുടെയാണ് ഇട്ടേക്കുന്നത്. ഞാനിവിടെ നിന്ന് കാണിക്കുന്ന ഡെയിലി ബ്രെഡ്, അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ അന്നന്ന് സ്റ്റാറ്റസ് ഇടും. അതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. എനിക്ക് പരിചയമുള്ള എല്ലാവരെയും, എനിക്ക് എൻ്റെ കുടുംബത്തിന് അമ്മ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്ര അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുവാനും ഒത്തിരി നന്ദി പറഞ്ഞോളൂ. അമ്മയുടെ പ്രതീക്ഷണത്തിലെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് നിൽക്കാൻ എന്നെ എൻ്റെ മോളെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഷേളി. ഞാൻ വൈപ്പിനിൽ ഓശന്തുരുത്ത് കുരിശിങ്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 മാർച്ച് 6-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഈ മോള് സ്നേഹ PGക്ക് UK പഠിക്കുകയായിരുന്നു. സ്റ്റേ ബാക്ക് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ജോലിയൊന്നും ആവാതിരുന്നൊരു സന്ദർഭത്തിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വയ്ക്കാത്തൊരു കാര്യമായിരുന്നു. എനിക്ക് 10 വർഷമായിട്ട് ശ്വാസമുട്ടലുണ്ടായിരുന്നു. അതെനിക്ക് മാറിക്കിട്ടി. ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അച്ഛനെ വന്ന് കണ്ട് കുട്ടിയുടെ വിസയുടെ കാലാവധി തീരുന്നതും
കുട്ടിയുടെ ഫോട്ടോയുമായിട്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. അതിനുശേഷം കുട്ടിക്ക് അവിടെ വിസയും ജോലിയും നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് എൻ്റെ ഈ കൈ വിരൽ സ്കൂട്ടറിൽ നിന്ന് വീണിട്ട് ഇത് മടങ്ങില്ലായിരുന്നു. ഈ വിരൽ ഈ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളെല്ലാം കയ്യിൽ പുരട്ടുകയും അതുപോലെ ശ്വാസം മുട്ട് വന്നപ്പോഴെല്ലാം ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും ഉപ്പുമെല്ലാം ഉള്ളിൽ കഴിക്കുകയും നെഞ്ചത്ത് പുരട്ടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ശ്വാസം മുട്ടൽ മാറുകയും ഈ കൈയുടെ ഈ വിരൽ പൂർണ്ണമായിട്ട് എനിക്ക് മടക്കാനായിട്ട് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. മോൾക്ക് കൊടുക്കാം. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ. ഞാൻ UK PG ചെയ്യുമായിരുന്നു. എപ്പോഴും ജോലിക്ക് അപ്ലൈ ചെയ്യുമെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും പിന്നെ അവരുടെ ഒരു വിവരവും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കും. മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടിയിൽ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി ഉള്ളിൽ നിന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ രാത്രി ഉടമ്പടിക്ക് എടുത്തു ഓൺലൈനായിട്ട്. അതിനുശേഷം 3-4 ദിവസത്തിന് ശേഷം ഒരു ഫോൺ വരുമായിരുന്നു. ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്ത ഒരു ജോബിന് അവർ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇൻ്റർവ്യൂവിൽ വിളിച്ചുകൊണ്ട് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മമ്മി കുറച്ച് ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഉപ്പുമായിട്ടാണ് പോയത്. ആരും ചവിട്ടാത്ത ഒരു മൂലയ്ക്ക് ഞാൻ ആ ഉപ്പ് ഭദ്രമായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് എന്നെ അവർ വിളിച്ചു പറഞ്ഞു. അവർ ജോബ് ഓഫർ ചെയ്തു, വിസ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിയമങ്ങൾ മാറുന്നതിന് മുന്നേ തന്നെ എൻ്റെ വിസയുടെ ആപ്ലിക്കേഷൻ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് വിസയും ലഭിച്ചു. ഞാനിപ്പോൾ ആ വിസയിലാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബസമേതം ഞാൻ ജപമാല റാലിയിൽ കൂടിക്കോളാം എന്ന്. അതിനുവേണ്ടി വന്നതായിരുന്നു ഞാനും എൻ്റെ പപ്പയും മമ്മി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജപമാല റാലിയിൽ കൂടി. അതിനനുഗ്രഹിച്ച് മാതാവിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൂർദി പോകണം എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം ഷെങ്കന് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴേക്കും എല്ലാം ശരിയായിട്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ റിജക്ഷൻ കിട്ടി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുകൊണ്ടല്ല റിജക്ഷൻ കിട്ടിയത്. അപ്പോൾ അവരോട് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇനി വീണ്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിജക്ഷൻ കിട്ടും, അതിൽ 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഇനി അമ്മയുടെ ഗ്രേസ് കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തരും. ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞു. ഞാൻ സബ്മിറ്റ് ചെയ്തു. മാതാവിൻ്റെ ഉപ്പ് ഞാൻ പാസ്പോർട്ടിൽ ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് പോയി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അവർക്ക് ഏജൻസിക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് പാസ്പോർട്ടിൽ വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും. കാരണം ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് വന്നു. ഞാൻ മാതാവിനെ കാണാൻ ലൂർദി പോയപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അവിടെ നിന്ന് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അവിടെ മൊത്തം ഞാൻ തപ്പി, അവിടെ എവിടെയും മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല മുല്ലപ്പൂവിൻ്റെ മണം ആ പാറയുടെ അരികത്ത് നിന്നപ്പോൾ എനിക്ക് വന്നായിരുന്നു. ഞാൻ ഇവിടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ പേടിയാണെന്ന്. പക്ഷെ ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ച പോലും എനിക്ക് അത്ഭുതമാണ്. അങ്ങനെ ഓരോ അനുഗ്രഹവും തന്ന മാതാവിന് 1000 നന്ദി. 7 വർഷമായിട്ട് എനിക്ക് കാലിന് ഞരമ്പിനൊരു ബുദ്ധിമുട്ടുണ്ട്. വേദന എടുത്തിട്ട് എൻ്റെ കണ്ണീര് കണ്ട് എൻ്റെ അമ്മ പോലും മാറി നിന്നിട്ടുണ്ട്. അത്രയും വേദനയായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ എപ്പോഴും തൈലം കാലിൽ പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ കിടക്കണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് അധികം നാളുകളായിട്ട് എനിക്ക് ആ വേദനയില്ല. എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്കെന്ന അനുഗ്രഹമാണ്. എനിക്കൊരു കാര്യം പറയണമെന്ന് ഇപ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആടുകളെ തെരഞ്ഞു പിടിക്കുന്ന നല്ലവനായ ഈശോയെ നമുക്കുള്ളത്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ ചെയ്യേണ്ടായിരുന്നത് അവിടെ ഫുഡ് ബാങ്കുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എപ്പോഴും മാസത്തിൽ എനിക്ക് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഫുഡ് ബാങ്കിലോട്ടും കുറച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കും. പിന്നെ അതേപോലെ വഴിയരികിലൊക്കെ ഇരിക്കുന്ന ചേട്ടന്മാർക്കുണ്ടെങ്കിൽ ഞാൻ അവരോട് ചെന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് കഴിക്കാനായിട്ട്. അപ്പോൾ അവർ ചോദിക്കും, അവർ പൈസയായിട്ട് ചോദിച്ചാൽ പൈസയായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പോയി കടയിൽ നിന്ന് പോയി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അതേപോലെ ആരെൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ യൂട്യൂബിലും എല്ലാ ധ്യാനങ്ങളും കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും, പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെല്ലുമായിരുന്നു. ഞാനും അതുപോലെ തന്നെ എല്ലാം അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും കൂടുന്നുണ്ട്. ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും വന്നത് ഈ ഉടമ്പടിയിലൂടെയാണ്. ദിവസവും കുർബാന കാണാനും അതുപോലെ കുമ്പസാരിക്കാനും മറ്റവരോട് സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെ എനിക്ക് വളരെയധികം അനുഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് തന്നത്.
കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എറണാകുളത്ത് ക്യാൻസർ വാർഡുകളിൽ പോയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ അഗതി മന്ദിരങ്ങളിൽ പോയിട്ട് അവിടെയുള്ള അമ്മമാർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. ഓർഫനേജുകളിൽ ഫുഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ രോഗികളായിട്ടുള്ളവർ എൻ്റെ അടുത്ത് സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം എന്നെക്കൊണ്ടാവണ വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ വളരെ സന്തോഷത്തോടെ ഞാൻ പങ്കെടുത്തു. ഈ പ്രാവശ്യം എനിക്ക് കാലിനൊരു വേദനയ്ക്കായിട്ട് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് റാലിയിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കണം, അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഇത്തിരി ലേറ്റായി എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി.